എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മലയാളത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്നിവിടെ പറയുന്നത്. വെറും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, വെള്ളം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും എല്ലാ പഴയ ട്രഡീഷൻസിലും വളരെ പവിത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. മന്ത്രാസ് ചാർജ് ചെയ്യാനായിട്ട് വെള്ളം ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഹിന്ദു മതത്തിലാണെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ച് വെള്ളം തളിക്കുന്ന പതിവുണ്ട് അല്ലേ? മന്ത്രങ്ങൾ അതിനകത്ത് ഇൻഫ്യൂസ് ചെയ്യുന്നതുണ്ട്. ക്രിസ്തീയ മതത്തിലാണെങ്കിൽ ഹോളി വാട്ടർ പ്രയേഴ്സ്, വെള്ളത്തിനകത്ത് പ്രയേഴ്സ് ഇൻഫ്യൂസ് ചെയ്ത് ആ വാട്ടർ ഹോളിയാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇസ്ലാം മതത്തിലും അതേപോലെ തന്നെ വിശ്വാസമുണ്ട്. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പുണ്യജലവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. എല്ലാ മതത്തിലും പഴയ ട്രഡീഷൻസിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? വെള്ളത്തിനെ നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പല എക്സ്പീരിമെൻസും നടത്തിയിട്ടുണ്ട്. വെള്ളത്തിനെ നമുക്ക് പോസിറ്റിവിറ്റി, ഒരു ജാപ്പനീസ് ഒരു ആളുണ്ട്, ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിസ്റ്റാണ്. പുള്ളിക്കാരൻ വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്ത് പോസിറ്റീവ് വേർഡ്സും പ്രയേഴ്സും ഒക്കെ ഇൻറ്റൻഷൻ കൊടുക്കുകയും അതേപോലെ മറ്റൊരു ഗ്ലാസ്സിലെ വെള്ളത്തിനകത്ത് നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള പറഞ്ഞ വെള്ളം ഫ്രീസ് ചെയ്തപ്പോൾ സിമെട്രിക്കലായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ക്രിസ്റ്റൽസ് ഷേപ്പുകളുണ്ടായി എന്നാണ് ഒരു എക്സ്പെരിമെൻ്റ് ഉള്ളത്. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ്. അതൊന്നും നമുക്ക് വിശ്വസിച്ചില്ലെങ്കിൽ പോലും വെള്ളത്തിനെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉള്ളതാണ് അല്ലേ? എല്ലാ മതത്തിൻ്റെയും ഇതിൽ ഉള്ളതാണ്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ബ്രെയിൻ, നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി തന്നെ അവിടെ ഉണ്ട്. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ, നമ്മളത് ചെയ്യുമ്പോൾ, എഫേം ചെയ്യുമ്പോൾ ഒരു പുതിയ ന്യൂറൽ പാത്വേസ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതിനെ ബ്രെയിൻ നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് കൂടുതൽ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ, വെള്ളത്തിൻ്റെ ഈ പവർ കൊണ്ടുള്ള ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യവും കൂടെയാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് മലയാളത്തിൽ ഈ രീതിയിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് കഴുകി നല്ലൊരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ് നമ്മളിങ്ങനെ പിടിക്കുക. ഈ ഗ്ലാസ് പിടിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും ഒരു മന്ത്ര ചാൻറ്റിങ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസങ്ങളില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജപം ഈ വെള്ളത്തിലേക്ക് നോക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. ഐ എം ഹാപ്പി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജപം ഓം നമഃ ശിവായ എന്തെങ്കിലും ഒരു ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മളുടെ ഡിവൈനിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല ദൈവത്തിൻ്റെ കരങ്ങൾ സ്പർശിച്ചിട്ടുള്ള പല അവസരങ്ങളോട് നമ്മൾ നന്ദി പറയുക. ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. വളരെ ഫീലോടുകൂടി നന്ദി പറയുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫീൽ ഇല്ലെങ്കിൽ ഇവിടെ വർക്കാവില്ല. നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്താണോ നമ്മളുടെ ആഗ്രഹം അത് സംസാരിക്കുക. എൻ്റെ ആഗ്രഹം നടത്തി തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ, എനിക്ക് വളരെ നല്ല ഉയർന്ന ശമ്പളമുള്ളൊരു ജോലി കിട്ടിയതിന് നന്ദി, എനിക്ക് വളരെ നല്ല ഉയർന്ന ചാർജ് ചെയ്യുകയാണ് നമ്മൾ ലിറ്ററലി വെള്ളത്തിന്, ജോലി കിട്ടിയതിന് നന്ദി 7 പ്രാവശ്യം പറയുക. അതിനുശേഷം കണ്ണുകളടച്ച് ആ ജോലി കിട്ടുന്നതായും ആ കിട്ടുമ്പോഴുള്ള നമ്മളുടെ സന്തോഷം, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴുള്ള നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ
ഇതെല്ലാം മനസ്സിലേക്കും മുഖത്തിലേക്കും കൊണ്ടുവരിക. ഈ എനർജി എല്ലാം, ആ സന്തോഷം ഒരു എനർജിയായി ഈ വെള്ളത്തിലേക്ക് പകരുന്നത് ഫീൽ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇത് ചെയ്യുക. ഫീൽ ചെയ്ത് ചിലവർക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കൈ കഴിക്കുക. അപ്പോൾ ഒരു ടേബിളിനകത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ചാലും മതി. അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ട് ഫുൾ വെള്ളവും നമ്മൾ കുടിക്കുക. ഇത് എല്ലാ ദിവസവും ചെയ്യുക. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധമായ വെള്ളമായിരിക്കണം. പെപ്സിയോ കൊക്കോക്കോളയിലോ ഒന്നുമല്ല ഇത് ചെയ്യേണ്ട, ഓക്കെ? അല്ലെങ്കിൽ മറ്റ് വെള്ളങ്ങളിലല്ല ഇത് ചെയ്യേണ്ട. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കുക. ഇതെന്തെങ്കിലും ചിലവുള്ളൊരു കാര്യമാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ചിലവുള്ളൊരു കാര്യമാണോ? നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വിശ്വസിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ തന്നെ ഒരു പ്ലസിബോ എഫക്റ്റ് ക്രിയേറ്റ് ആവും. വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള, ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. മലയാളത്തിൽ അത് ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയും ഘട്ടങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എന്താണ്? ഇൻവൊക്കേഷൻ. നമ്മൾ ആ ഒരു ദൈവത്തിനെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുക. എന്തെങ്കിലും പ്രാർത്ഥനയായാലും മതി, നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. അതിനുശേഷം നടന്നു കഴിഞ്ഞതായിട്ട് പറയുക. നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് പറയുക. അതിനുശേഷം വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളൊന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഇത്രേ ഉള്ളൂ. ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഫ്രീ ക്ലാസ്സസ് വരുന്നതായിരിക്കും. ഇന്ന് തന്നെ അതിനകത്തൊരു ഫ്രീ ക്ലാസ് ഉണ്ട് വൈകിട്ട്. അപ്പോൾ എല്ലാവരും അതിൽ ചേരാൻ നോക്കുക. ഫ്രീ ആണ്. എല്ലാവരും അതിൽ ചേരുക. താങ്ക് യു സോ മച്ച്.